ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിതാ വെൽവെറ്റ് വോക്കിൻ്റെ പർച്ചേസിങ്ങിന് പോയ വീഡിയോ ആണ്. വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ നാളായി. അതിൻ്റെ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ചുമ്മാ ഇരുന്നപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും എൻ്റെ ചേച്ചിയും കൂടിയാണ് വെൽവെറ്റ് വോക്ക് സ്റ്റാർട്ട് ചെയ്തത്. അത് നിങ്ങൾക്കറിയാലോ. ഞങ്ങൾ ഫസ്റ്റ് ആലുവയിൽ നിന്ന് ട്രെയിൻ കയറി രാവിലെ ഏർലി മോർണിംഗ് തന്നെ ഞങ്ങൾ പോയായിരുന്നു. പാലക്കാടാണ് ഞങ്ങൾ പർച്ചേസിങ്ങിനായിട്ട് പോയത്. ഞങ്ങൾ രണ്ടുപേരും കൂടെയും ഫസ്റ്റ് ടൈം ആയിരിക്കും ഇത്രയും ലോങ് ആദ്യമായിട്ട് പോകുന്നത്. എന്തായിരുന്നാലും അടിപൊളിയായിരുന്നു. ട്രെയിനിൽ ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ നല്ല അടിച്ചു പൊളിച്ച് തന്നെയാണ് ഞങ്ങൾ പോയത്. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾക്ക് പാലക്കാട് കുറച്ച് അകത്തേക്ക് കയറിയിട്ടാണ് മറ്റേ നെയ്ത്ത് ഗ്രാമമൊക്കെ വരുന്നത്. അവിടെ പോകണമെന്നുണ്ടായിരുന്നു, വീഡിയോ എടുത്ത് നിങ്ങളെല്ലാവരും കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ബസ്സൊക്കെ കയറി ഒരുപാട് ലേറ്റായിട്ടാണ് ഞങ്ങൾ സ്ഥലത്തേക്ക് എത്തിയത്. ആദ്യം ഇവിടുന്ന് ട്രെയിന് പോയെങ്കിലും തൃശ്ശൂർ ഷൊർണൂർ ഇടയ്ക്കായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ഇറങ്ങിയിട്ട് ഒത്തിരി ബസ്സിനൊക്കെ പോയി ഒത്തിരി ലേറ്റായാണ് അവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ ആ ഷോപ്പിൽ തന്നെ ഒരു ചേച്ചി ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഈ ഡ്രസ്സ് സാരിയൊക്കെ നെയ്യുന്നതെന്ന്. അതിൻ്റെ വീഡിയോ ആയിരുന്നത്. പിന്നെ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഒത്തിരി ലേറ്റായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ എന്നിട്ട് ഇപ്പോൾ ഉള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബാഗൊക്കെ ചുമന്നിങ്ങനെ പോകുന്നത്. വീട്ടുകാരും ഒട്ടും പ്രതീക്ഷിക്കില്ല ഞങ്ങൾ ഇത്രയും വെയിറ്റൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നതൊക്കെ. പിന്നെ അവർ വലിയ ബണ്ടിലാക്കി തരാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഇത്രയും ലോങ് പോകണം, ഞങ്ങൾ ബസ്സും ട്രെയിനൊക്കെ പിടിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞവർ ഞങ്ങൾക്ക് ബാഗിലൊക്കെ ആക്കി തന്നു. 3 ബാഗ് ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നാലും അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. പിന്നെ ഒരുപാട് സെലക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് സാരീസ് ഞങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ കിട്ടി. ഒരുപാട് നല്ല ഐറ്റംസ് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റി. അങ്ങനെ പിന്നെ ട്രെയിൻ ഡിലേ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ട്രെയിൻ പിടിച്ചു. ഒരുപാട് ലേറ്റായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ. അവിടെ നിന്ന് 8:30 എന്തോ ആയിരുന്നു ട്രെയിൻ. ഒത്തിരി ലേറ്റായിട്ടാണ് ട്രെയിൻ വന്നതും. ഞങ്ങൾക്ക് പിന്നെ സീറ്റ് കിട്ടിയില്ല. ഞങ്ങൾ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നു. ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ മാറി നിന്നൊക്കെയാണ് പോകുന്നത്. ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ഈ ട്രിപ്പ് ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഏതോ കാട്ടുമുക്കിൽ കൊണ്ടുപോയി ട്രെയിൻ പിടിച്ചിട്ടു. ഭയങ്കര ഇരുട്ട്, രാത്രിയായിരുന്നു, ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു റീലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ എടുത്തതാണ് ഈ റീലൊക്കെ. അതിൻ്റെ വക എൻ്റെ ചേച്ചിയുടെ ഒരു ചെറിയ ഡാൻസും ഉണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും പർച്ചേസിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുപാട് നല്ല പ്രോഡക്റ്റ്സ് എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റി. താങ്ക് യു സോ മച്ച്.